ഹായ്, വളരെ പെട്ടെന്ന് നല്ല രുചികരവുമായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇന്നത്തേത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ കുറച്ച് വെജിറ്റബിൾസും മുട്ടയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലതുപോലെ വളരെ നൈസായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞിട്ടെടുക്കണം. വളരെ പൊടിയായിട്ടും നൈസായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഓയിൽ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊട്ടറ്റോ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പൊട്ടറ്റോയ്ക്ക് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റ് സമയം അടച്ചു വെക്കാം. തക്കാളി നല്ലതുപോലെ സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ പരത്തി ഒരു സ്റ്റാപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് പരത്തി നല്ലൊരു ബേസ് പോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ഉടച്ചൊഴിക്കാവുന്നതാണ്. 3 മുട്ട മുതൽ 5 വരെ നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എത്ര പേർക്കാണ് ഇത് കഴിക്കുന്നത് ആ ഒരു രീതിക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു അല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണേ. അതൊന്ന് വിട്ടുപോയതാണ്. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തത്. ഏകദേശം ഒരു 12 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു റെസിപ്പിയുമായി വീണ്ടും തന്നെ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.